അൽഷ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നാം ഇന്ന് ഇവിടെ കടന്നു പോകുന്നത് വിളക്കാട്ടുപാടം കല്ലന്തോട് റോഡ് എന്നറിയപ്പെടുന്ന 3-ാം വാർഡിലുള്ള വൈസ് പ്രസിഡൻറ്റിൻ്റെ വാർഡിലുള്ള റോഡിലൂടെയാണ്. 2021-22 കാലയളവിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം 4,83,400 രൂപ ചെലവഴിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള റോഡും ഈ കാനയും റോഡിന് നടുവിലൂടെയുള്ള ഈ കാനയും നിർമ്മിച്ചതായിട്ട് പറയപ്പെടുന്നത്. റോഡിൻ്റെ ഇരുവശങ്ങളിലും വലിയ ഗർത്തങ്ങളാണ് രൂപപ്പെട്ടിട്ടുള്ളത്. അത് അടക്കാനായിട്ട് വലിയ കല്ലുകളും അതുപോലെ ഇഷ്ടിക കഷ്ണങ്ങളും ഇട്ടിട്ടാണ് ഇതിൻ്റെ സൈഡിലുള്ള ആ കുഴികളെല്ലാം നികത്തിയിട്ടുള്ളത്. പിന്നെ ഈ നടുവിലൂടെ വരുന്ന ഈ കാന വലതുഭാഗത്തുള്ള കൈത്തോട്ടിലൂടെ തിരിഞ്ഞാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് കാന നിർമ്മിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ ഫണ്ട് എത്തരത്തിൽ ഉപയോഗിച്ചു എന്നത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. ഈ നിർമ്മാണ പ്രവൃത്തി തുടങ്ങിയ അന്നു മുതൽ തന്നെ പ്രദേശവാസികളായ ചില ആളുകളും അതുപോലെ തന്നെ മറ്റ് പൊതുപ്രവർത്തകരായ ചിലരും ഈ നിർമ്മാണ പ്രവൃത്തിയിലുള്ള അശാസ്ത്രീയതയും അപാകതയും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. റോഡ് വീതി കൂട്ടിയില്ല എന്ന് മാത്രമല്ല, റോഡ് ഇടുങ്ങിയ രീതിയിലുള്ള റോഡിൻ്റെ സൈഡിലൂടെ പല ഭാഗങ്ങളിലും കാന പണിയാതെ അത് പണ്ടുണ്ടായിരുന്ന ആ കൈത്തോട്ടിലൂടെ തന്നെ തിരിച്ചുവിടുകയും ചില ഭാഗങ്ങളിൽ വെച്ചിട്ട് അതിനെ കൂട്ടിയോജിപ്പിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇതിനെ അന്ന് പല ആളുകളും ചോദ്യം ചെയ്തതിനായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന ഈ റോഡിലൂടെ പിഞ്ചു കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകുന്നതും അവരെ വിളിച്ചു കൊണ്ടുവരുന്നതും ഈ റോഡിലൂടെയാണ്. അത് റോഡാണോ തോടാണോ എന്ന് നിങ്ങൾ തന്നെ കാഴ്ചയിൽ തന്നെ നിങ്ങൾക്കത് വിലയിരുത്താവുന്നതാണ്. ഇത്തരത്തിൽ വളരെ ശോചനീയമായ അവസ്ഥയിലാണ് പാവർട്ടി പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റിൻ്റെ വാർഡിൻ്റെ അവസ്ഥ. വൈസ് പ്രസിഡൻറ്റിൻ്റെ ഭർത്താവാണ് ഈ നിർമ്മാണ പ്രവർത്തികളുടെ ചുക്കാൻ പിടിച്ചതായിട്ട് അറിയാൻ കഴിഞ്ഞത്. അതിനെ നിരവധി ആളുകൾ അന്ന് തന്നെ അഴിമതി ആരോപണങ്ങളും മറ്റും ഉന്നയിച്ചിരുന്നുവെങ്കിലും ആരും മതിയായ തെളിവിൻ്റെ അപാകത മൂലം നിയമപരമായ കാര്യങ്ങളിലേക്ക് ഇതുവരെ ആരും പോയിട്ടില്ല. വിവരാവകാശ നിയമപ്രകാരം ചില രേഖകളെല്ലാം ചില വ്യക്തികൾ നേടിയെടുത്തെങ്കിലും നിയമപരമായിട്ടുള്ള പോരാട്ടത്തിലേക്ക് ഈ നടപടി ഇതുവരെ കടന്നിട്ടില്ല. പക്ഷേ റോഡിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. അതുകൊണ്ട് ഈ പ്രദേശവാസികളായ പലരും മറ്റ് റോഡുകളിലൂടെയാണ് അവരുടെ മക്കളുമായിട്ട് സ്കൂളിലേക്കെല്ലാം പോകാനായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ ഏറ്റവും ആശ്ചര്യകരമായ കാര്യം, മറ്റൊരു വാർഡിലും കാണാത്ത രീതിയിലുള്ള വളരെ ഇടുങ്ങിയ, അതായത് ഒരടി മാത്രം വീതിയുള്ള വളരെ താഴ്ച കുറഞ്ഞ കാനയാണ് നമുക്ക് ഈ കല്ലന്തോട് റോഡിൽ കാണാൻ കഴിയുന്നത്. ഈ 4,84,000 സംതിങ് ചെലവഴിച്ച് നിർമ്മിച്ച ഈ കാന വെള്ളക്കെട്ടുണ്ടാകുന്ന സമയത്ത്, മഴ ശക്തമാവുന്ന സമയത്ത് ഇതിലൂടെ ഒഴുകിപ്പോയില്ല എന്നത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് വ്യക്തമാവുന്നതാണ്. കാരണം എന്തെങ്കിലും കാന ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൈ പോലും അകത്തേക്ക് ഇടാൻ പറ്റാത്ത അത്രയും ഇടുങ്ങിയ നിലയിലാണ് ഇതിൻ്റെ പല സൈഡുകളും ഉള്ളത്. അതുപോലെ തന്നെ പല ഏരിയകളിലും മഴക്കാലമായിട്ടും അത് ക്ലീൻ ചെയ്യാതെ പൊടിപടലമായി കാട് പിടിച്ച് കിടക്കുന്ന അവസ്ഥയും നിങ്ങളുടെ മുന്നിൽ ഈ വിഷ്വൽസിലൂടെ നിങ്ങൾക്ക് കാണുന്നതാണ്. അപ്പോൾ പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടേണ്ട ഈ 4,85,000-84,000 രൂപ അത് മതിയായ മാസ്റ്റർ പ്ലാൻ കൂടാതെ ആർക്കോ വേണ്ടി ചിലവഴിച്ചതായിട്ടാണ് ഇത്തരത്തിൽ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ മുന്നിലുള്ള വിഷ്വൽസിലൂടെ വാഹനങ്ങൾക്ക്, അത് ഇരുചക്ര വാഹനങ്ങൾക്ക് നടുവിലൂടെ പോകാമെങ്കിലും മുച്ചക്ര വാഹനങ്ങളായതായിട്ടുള്ള ഓട്ടോറിക്ഷയോ അതോ മറ്റു കാറുകളോ ജീപ്പുകളോ വളരെ പ്രയാസപ്പെട്ടാണ് ഈ റോഡിലൂടെ കടന്നു പോകുന്നത്. കാരണം അവർക്ക് കേടുപാടുകൾ സംഭവിക്കുന്നു എന്ന് മാത്രമല്ല, അതിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കും തല അവിടെ ഇവിടെയെല്ലാം ഇടിച്ചിട്ട് പരിക്ക് പറ്റിയതായിട്ടും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പഴയ കാന അത് കൈത്തോട്ടിലൂടെ തിരിഞ്ഞു വന്നിട്ട് വീണ്ടും ഇവിടേക്ക് കയറുകയാണ് കാണുന്നത്. അതുപോലെ തന്നെ ആ സൈഡിലൊന്നും കാന ശരിയായ രീതിയിൽ പണിതതായിട്ട് കാണാനും സാധിക്കുന്നില്ല. ആ വീട്ടിൻ്റെ മതിലിനോട് ചേർന്ന് കാനയുടെ ഒരു രൂപത്തിൽ വെള്ളം പോകുന്നുണ്ടെന്നല്ലാതെ മറ്റ് വാർഡുകളിലെ അതല്ലെങ്കിൽ നമ്മുടെ മെയിൻ റോഡിലുള്ള സൈഡിലുള്ള കാനയുടെ കാണുന്ന രീതിയിലുള്ള നിർമ്മാണ പ്രവൃത്തികളൊന്നും തന്നെ ഈ റോഡിൽ നടന്നതായിട്ട് നമുക്ക് പ്രഥമ ദൃഷ്ട്യാ കാണാനായിട്ട് സാധിക്കുന്നില്ല. കൂടാതെ ഈ വളരെ ഇടുങ്ങിയ ഈ കാനയിലൂടെ വെള്ളം പോകുന്നത് വളരെ ദുഷ്കരമാണെന്ന് മാത്രമല്ല, ഈ മഴക്കാലം, ഇത്രയും ശക്തമായ മഴക്കാലം കൊണ്ട് പാവർട്ടി സെൻറ്ററിലെല്ലാം വെള്ളക്കെട്ടുണ്ടായ ഈ സമയത്ത് പോലും
നിരന്തരം വെള്ളക്കെട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഈ വെള്ളക്കാട്ടുപാടം ഏരിയയിൽ കാനകൾ ക്ലീൻ ചെയ്യാതെ ഇട്ടിരിക്കുന്നത് വളരെ ശോചനീയ അവസ്ഥയാണ് സൃഷ്ടിക്കുന്നത്. മാത്രമല്ല ഇവിടേക്കുള്ള റോഡിൽ പകുതി വെച്ചിട്ട് കാനയുടെ പ്രവർത്തനം നിർത്തിവെച്ചതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. അവിടേക്ക് മുന്നോട്ടേക്ക് ആ റോഡിലേക്ക് തിരിഞ്ഞു വരുമ്പോൾ വെള്ളക്കാട്ടുപാടത്ത് നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ആ റോഡിൽ കാനയുടെ നിർമ്മാണ പ്രവൃത്തി പകുതി നിലയിൽ അവിടെ നിർത്തിവെച്ച് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ടായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടേണ്ടതായിട്ടുള്ള ഈ ഫണ്ട് അത് മതിയായ രീതിയിൽ ചെലവഴിക്കാത്തതിൻ്റെ ഫലമാണ് നമ്മളിവിടെ കാണുന്നത്. കൂടാതെ മിനി MCL അതിവിടെ സ്ഥാപിച്ചത് വഴി നിരവധി ആളുകളാണ് ഈ റോട്ടിൽ മാലിന്യങ്ങൾ കൊടുന്നിടുന്നത്. അത് അവരുടെ ഹരിതസേന അംഗങ്ങൾ അത് അവരുടെ ആ മിനി MCLൻ്റെ ഇത് പൂട്ടിയിരിക്കുന്നത് കൊണ്ട് മിനി MCF അത് താഴിട്ട് പൂട്ടിയത് കൊണ്ട് ജനങ്ങൾക്ക് അതിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല അവർ ആ മാലിന്യങ്ങളെല്ലാം അതിൻ്റെ പരിസരത്ത് ഉപേക്ഷിച്ച് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തൽഫലമായി വെള്ളക്കെട്ടുണ്ടാകുമ്പോൾ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അതുപോലെ തന്നെ ഈ വരുന്ന ബാഗുകളും അതുപോലെ തന്നെ ചെരുപ്പ് കുട മറ്റ് ഈ സാധനങ്ങളെല്ലാം തന്നെ റോഡിലൂടെ ഒഴുകി നടക്കുകയും ഇടുങ്ങിയ കാനയുടെ വശങ്ങളിൽ അടിഞ്ഞുകൂടി ആ നീർച്ചാല് പോലെ ഒഴുകുന്ന ആ കാനയുടെ വെള്ളത്തിൻ്റെ യാത്രയെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. മഴ ശക്തമാകുന്ന ഈ സമയത്ത് പോലും കാനകളുടെ അവസ്ഥ ഇതാണ്. അതുകൊണ്ടാണ് ഈ പരിസരത്ത് കൂടുതൽ വെള്ളക്കെട്ടുണ്ടാകുന്നതെന്നാണ് നാട്ടുകാരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ഇതിന് അടിയന്തരമായി ഈ പറഞ്ഞ 4,84,000 രൂപ അത് എത്തരത്തിലാണ് ചിലവഴിച്ചിട്ടുള്ളതെന്നും അത് ജനങ്ങൾക്ക് എന്തുകൊണ്ട് ഉപകാരപ്രദമാവുന്നില്ല എന്നതും വിശദമായ ഒരു അന്വേഷണം നടത്തി അതിന് എന്തെങ്കിലും അപാകതകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരേണ്ടതാണ്. മാത്രമല്ല ഇത്തരത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടേണ്ട പല ഫണ്ടുകളും അത് ശരിയായ രീതിയിൽ ഈ വിഷയത്തെപ്പറ്റി ശരിയായ രീതിയിൽ ഗ്രാഹ്യമില്ലാത്ത ആളുകൾ ഇത്തരത്തിൽ കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് പൊതുജനങ്ങളാണ് അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുന്നത്. അതുപോലെ തന്നെ ഈ കാനയുടെ ഇരുവശങ്ങളിലും അടിഞ്ഞുകൂടിയിട്ടുള്ള മണ്ണും മറ്റു മാലിന്യങ്ങളും നീക്കം ചെയ്താൽ വെള്ളം സുഗമമായിട്ട് അതിലൂടെ ഒഴുകിപ്പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ നിങ്ങളുടെ മുന്നിൽ 4-ാം വാർഡിൽ ഇപ്പോൾ വിളക്കാട്ടുപാടത്ത് 200 മീറ്റർ മാത്രം ടാർ ചെയ്തിട്ടുള്ള ഒരു റോഡിൻ്റെ ഇടതുവശത്തുള്ള കാനയുടെ വലുപ്പം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് 6 അടിയോളം താഴ്ചയും വീതിയുമുള്ള കാനയാണ്. ഇത്തരത്തിലുള്ള കാനകൾ നിർമ്മിക്കുക വഴി വെള്ളം സുഗമമായി കടന്നു പോകും. അപ്പോൾ ഫണ്ട് ആസൂത്രണത്തോടുകൂടി ചിലവഴിച്ചാലല്ലാതെ പാവറട്ടിയുടെ ഇപ്പോൾ ഈ അനുഭവപ്പെടുന്ന ഈ വെള്ളക്കെട്ടിനും ഒരു പരിഹാരമാവില്ല എന്നത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.